ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മളെ പെരുന്നാൾ. അപ്പോൾ കുറേ പരിപാടികളുണ്ടെന്ന് 8 മണിക്കാണ് പള്ളിയിലത്തെ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ നമ്മളിനിപ്പോൾ അതിന് പോകണം. അതിന് മുമ്പ് നമ്മൾ ഇറച്ചി വാങ്ങാൻ പോകണം, തേക്കണം തുണി. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിനൊക്കെ ഏറിപ്പോൾ എനിക്കറിയാം ഒരു 10-12 വ്യൂസ് തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആണ്, കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. എല്ലാവരും അത് ഇതാക്കി തരിക. വേറൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ നമുക്ക് പോയി തുണി തേക്കാണ്ട്, എന്നിട്ട് കുളിക്കണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് പള്ളിക്കൊക്കെ പോകണം. അപ്പോൾ ശരി. വണ്ടി എടുത്ത് നമ്മൾ നേരെ ഇറച്ചി വാങ്ങാൻ കസാപ്പിക്കാണ് പോകുന്നത്. 8 മണിക്കാണ് നിസ്കാരം. 7:30 ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ പോയിട്ട് ഒരു 2.5 കിലോ ഇറച്ചി കണ്ടു. ഇത് കുടിക്കാലാട്ടോ, തറവാട്ടിക്കാണ്. പെരയിലും അപ്പത്തിനും അപ്പം ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. അതും തിന്നു സ്പീഡിൽ ഒരു കുളി അങ്ങോട്ട് കുളി. ഞാൻ വരുമ്പത്തിന് ഉമ്മ തുണി തേച്ച് വെച്ചു. ഈ പച്ചക്കുപ്പായ ഇട്ടിട്ടാണ് നമ്മള് പള്ളിക്കൊക്കെ പോണത്. പള്ളിയിലാണെങ്കിൽ ജനസാഗരം. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും പായസം കൊടുക്കണം. അജ്മലാക്കൊക്കെ 3 ഗ്ലാസ് കൊടുക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ സന്മാർഗം സ്വീകരിച്ച ഒരേ ഒരു വ്യക്തിയാണ് ഈ മുബി. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പള്ളിത്തോടൊക്കെ പോവാണ്. മണിനെ വിളിച്ചു ഗൈസ്, മണി വന്നില്ല. ഒരുത്തന് തെറ്റി, തെറ്റും കരഞ്ഞു മെഴുകും. അതെ, പിന്നെ ഫോട്ടോ എടുക്കാൻ പോണം, ബിരിയാണി എന്തൊക്കെ പരിപാടി ഉണ്ടെന്നറിയോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് കളിച്ചാൻ പോണം. കൂമന്റെ കോസ്റ്റ്യൂം അടിച്ചരാ. ഇതെന്താ പിരമിഡാ? ഇതെന്താ സാധനം? ക്ലോക്ക് ടവറിലെ മെയിനടാ. ഇങ്ങോട്ട് തിരിഞ്ഞ നോക്കട്ടെ. പിന്നെ ആണ്ടിലൊരിക്കൽ വരുന്ന നമ്മള് ഉസ്താദ് എത്തിയിട്ടുണ്ട്. തത്തബലി ഉണ്ട്. ഇതേത് ബലിയാ? ബാംഗ്ലൂരിൽ അങ്ങനെ നമ്മള് പള്ളിത്തോട് കയറി തോർന്നിട്ട് അങ്ങോട്ട് പോകും. ഇനി നമ്മള് പിക്ക് എടുക്കാൻ പോവാൻ നിക്കാണ്. ഇജ്ജ് ഇവിടെ കേറിയിരുന്നാ മതി. പോടുന്നേ ഓനിക്ക് മാസം സംഭവം കേടരുത്തരുത്. മനസ്സിലായി? ഈ വയറുമെന്ന് ചവിട്ടരുതെന്നാ പറയണത്. ഇവിടെ നോക്ക്, ഒതുങ്ങിയിരിക്കണം. എന്റെ വാപ്പാടെ വണ്ടിയല്ല, എന്റെ വാപ്പാടെ വണ്ടിയാണ്. പട്ടിനെ കയറ്റണ മാതിരി കയറ്റിക്കണം. നമ്മളടുത്ത് പിക്ക് എടുക്കാൻ പോവാണ്. ആദ്യം നമ്മുടെ അങ്ങാടിക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ആണെങ്കിൽ നാട് മൊത്തം ഗ്രൂപ്പ് ഫോട്ടോ അടിക്കാൻ നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു വൈബുള്ള സ്ഥലം നോക്കി പിക്ക് അടിക്കാൻ വേണ്ടി പോവാണ്. എവിടേക്കാണ്? ഒന്ന് ഇറങ്ങി പോയി തരും. എന്തൊക്കെയാ എന്ത് തേങ്ങ കൂടാതെ വണ്ടി നാസാക്കണം. നിലാവിൽ മിന്നും പോലെ, വെള്ളി നിലാവിൽ മിന്നും പോലെ, കാഞ്ചനവനിയിലെ രാജകുമാരി, കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്. കണ്ണാടി വെച്ചിട്ട് കുറച്ച് മെയിൻ ആവലുകൾ കണ്ടോളി. ഈ പാട്ട് ഇച്ച് നേരെ അറിയില്ല, പക്ഷെ ബക്കറിന് അടിപൊളിയായിട്ട് അറിയാം. മോലേറെ സമൂഹത്തിന് ഈ ചെറിയ പെരുന്നാളായിട്ട് എന്ത് ഉപദേശമാണ് കൊടുക്കാറ്? ഉപദേശം എന്ന് പറഞ്ഞാല് ലഹരികൾ നിർത്തി. എല്ലാ എന്താ തെറ്റിന്റെയും ഭാഗത്തേക്ക് പോണത് ലഹരിയിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാരും ലഹരി ഒഴിവാക്കുക. മോലേര് പറഞ്ഞു ഇനി നമുക്ക് ബക്കറിന് അവസരം കൊടുക്കാം. ബക്കർ എല്ലാരും പ്രേമിക്കരുത്. സോറി, പ്രേമിക്കരുത്. അങ്ങനെ പ്രേമിക്കരുത് അത് പറയാം. സത്യസന്ധ പ്രേമിക്കരുത്. പറയാൻ വാക്കടല്ലേ ഈ പെരുന്നാൾ. ഞാൻ പറയുമ്പോ ഞാൻ മുമ്പിന്റെ ഭാഗത്ത് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഒരു വൈബില്ലാത്ത സ്പോട്ട് നോക്കി അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി മുള്ളി റോഡ്. ഇവിടുന്ന് മുള്ളിക്ക് ആകെ 23 കിലോമീറ്റർ. പക്ഷെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളി റോഡ് ക്ലോസ് ആയിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. iPhone 30 ഇപ്പൊ എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഉള്ളവരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ എന്റെ ഫോൺ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. മക്കളെ അങ്ങനെയാണ്. ആ തൊരപ്പന്മാരെ അവിടുന്ന് വന്നില്ല. സ്കീം എടാ ആരിസേ, ഇതൊരു കാര്യം ചെയ്യും. എനിക്ക് ഫോട്ടോ അല്ലേ വേണ്ടി? ആണോ? ഇടുവാ
മുള്ളി ഇവിടെ ഇവിടെ മുള്ളിക്കോ സെറ്റ് പിക്കായിട്ട് എടുത്തരും. ആറ്റിറ്റ്യൂഡ് ഇട്ട് പിക്ക് എടുക്കണ എന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് കൂടാണ്ട് ഒരു കളിയില്ല. അവിടുന്ന് കുറച്ച് പിക്കുകൾ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പെരേക്ക് തന്നെ അങ്ങോട്ട് വിട്ടു. പെരേക്ക് വന്ന് നോക്കുമ്പോൾ ഉമ്മാന്റെ ഒക്കെ 4 പ്ലേറ്റ് ചോറ് അങ്ങോട്ട് കഴിഞ്ഞു. മേമയുടെ കൂടെ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിട്ട് തിന്നണം. ഇനിയൊരു പായസം കൂടി പള്ളിയൊക്കെ എന്നിട്ടുണ്ടെങ്കിൽ മാമ ഇവിടെ പടാവും. ഇവരെ ചോറ് തീറ്റ കഴിഞ്ഞപ്പോ ഇതിന്റെ തുണക്കാരന്മാര് വന്നു ഓലെ പിടിച്ച ഹാളിക്ക് അങ്ങോട്ട് കൊടുന്നു. മനുത ബിരിയാണി കണ്ടത് പുഞ്ചിരി പുളകിതിനായി നിൽക്കും. ഇപ്പൊ വിചാരിക്കണ്ടാവും ഈ നായി വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന്. ഇപ്പൊ ഞങ്ങള് ചോറ് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ പരിപാടി നമുക്ക്? ഇനിയിപ്പോ പെരുന്നാക്കളി ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ അത് കളിക്കാൻ പോവാണ്. ചോറ് എന്നിട്ട് ഒന്ന് കടന്നു. ഞാനും അബ്ദു കടന്നു. ഒരർക്കം കഴിഞ്ഞപ്പോ ഇതിന് ഉമ്മത കുടിക്ക് വിളിച്ചാൻ വന്നു. വേഗം കുടിക്ക് പോരെ, അവിടെ ഒരു പണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒന്ന് കിട്ടിയപ്പോ തന്നെ നമ്മള് പെരേക്ക കണ്ട്. ഇമ്മനക്ക് തരുന്ന പണിയിൽ എനിക്ക് ഏറ്റവും വെറുപ്പ് ഈ വെളുത്തുള്ളി തൊലിച്ചലാണ്. വൈകുന്നേരം തുറപ്പൻ ചെങ്ങാതിന്റെ ഒപ്പം പേരൊക്കെ നിന്ന് കളിച്ചാൻ പോവാണ് നമ്മൾ. നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ പന്ത് കെട്ടാൻ ഒരു റൗണ്ട് ഓടുമ്പത്തിന് പടാവുകയാണാവോ. 30 ദിവസം കഴിഞ്ഞിട്ട് പന്ത് കളിച്ചാൻ ഇറങ്ങാണ്. കക്കുപടി ലെജൻഡ് ഇവിടെ ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യങ് പ്ലെയർ. ഇത് മറ്റെന്താണ് പോസ്റ്റില് മാലാകാന്നോ? സ്പൈഡർമാൻ. ഇനിയിപ്പോ നമ്മള് കളിക്കാൻ പോവാണ്. സ്റ്റാമിന ഒന്നും ഇല്ല. അപ്പോ അത് നമുക്കൊരു കുഴപ്പമില്ല. നമ്മളെ കാലില് പന്താണ്ട് നിൽക്കും. ഗൈസ് പറഞ്ഞ മാതിരി ഒന്നല്ല, കാലിമ പന്തൊന്നും നിക്കണില്ല. ഞാനാകെ ഡിപ്രഷനിലാണ്. ഇനി നമ്മളിത് ക്യാമ്പ് ചെയ്ത് റെഡിയാണ്. പ്രാക്ടീസ് മേക്സ് ഇംപ്രൂവ്മെന്റ് എന്നല്ലേ. ഇനി നമ്മൾ തറവാട്ടിലാക്കണ്. ഒപ്പം ഈ തുരപ്പന്മാരും. ഇതിന്റെ ആദ്യത്തെ വീഡിയോയും കൊണ്ട് കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. എല്ലാതും ഒന്ന് ക്ഷമിക്കുക. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒപ്പം ബെൽ ബട്ടനും ഒന്ന് അടിച്ചോളി. ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പൊ ശരി എന്നാ.